ഏതാനും കാലമായി ഞാൻ അടിമലർമണിതിൽ അംബികേ ദുഷ്കൃതങ്ങൾ മാത്രം താൻ കൈക്കലാക്കി വിഷയസുഖമതേൽ തീർത്തു മുങ്ങിത്തുടിച്ചേൻ. ചേതസ്സിൽ കനിവാർന്നു ദേവി എന്നിൽ പരസമായി ഭാവിച്ചിടാതെന്നുമേ. മാതാവേ കാത്തു രക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമസ്കന്ധം ദ്വിതീയാധ്യായം. ഭഗവാന്റെ വരാഹാവതാര ലീലകളാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. തേറ്റമേൽ ഭൂമിയെ ഉയർത്തി ഉദ്ധാരണം ചെയ്തു കൊണ്ടുവന്ന ഭഗവാനെ നോക്കി ബ്രഹ്മാദി ദേവന്മാരെ സ്തുതിക്കുന്ന സ്തുതികളാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരുപാട് ശ്ലോകങ്ങളെ കൊണ്ട് ഇതാ അവിടെ ബ്രഹ്മാവ് ഭഗവാനെ യജ്ഞേശ്വരനായിട്ടുള്ള വരാഹമൂർത്തിയെ സ്തുതിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ അവരവരുടെ കർമ്മങ്ങൾ ദേവേന്ദ്രൻ ത്രിലോകാധിപത്യം നിറവേറ്റുന്നു എന്നുണ്ടെങ്കിൽ അഗ്നി അതിൻ്റേതായ കർമ്മങ്ങൾ, ധർമ്മരാജൻ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ, നിർവൃതി ജലാധിപതിനായ വരുണൻ, വായു മുതലായിട്ടുള്ളവർ അവരുടെ കർമ്മങ്ങൾ, കുബേരൻ, ഈശൻ മുതലായിട്ടുള്ളവർ അവരവർക്ക് നൽകിയിട്ടുള്ള കർമ്മങ്ങളെല്ലാം യഥാവിധി ചെയ്തു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദേവി മഹാമായെ അവിടുത്തെ ശക്തി കൊണ്ടാണ്. ഹേ ഭഗവാനെ, അവിടുത്തെ ശക്തി കൊണ്ടാണ്. ഈശൻ സർവരുദ്രന്മാർക്കും ഈശനും പ്രഭുവും മൃത്യുകാരനും ലോക വന്ധ്യനും സർവദേവന്മാർക്കും അധിപനുമായി തീർന്നത് ഹേ ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടും കൽപ്പന കൊണ്ടും മാത്രമാണല്ലോ. ആയിരക്കണക്കിനുള്ള ദേവന്മാരെല്ലാം ആരുടെ അംശഭൂതരാണോ ആ ജഗദീശ്വരനായിട്ടുള്ള ഇപ്പോൾ ഇതാ ഞങ്ങളെ രക്ഷിക്കാനായി ഈ വരാഹരൂപം ധരിച്ച് അവതരിച്ചിട്ടുള്ള യജ്ഞമൂർത്തിയായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് സ്തുതിക്കണു. കേട്ടുകൊണ്ടിരുന്ന നാരദൻ ചോദിക്കണു, ബ്രഹ്മാവിനാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ആദിപുരുഷൻ കേവലം ലീലാകടാക്ഷം കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. മാർഗം തടഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വന്ന മഹാസുരനായിട്ടുള്ള നാരദനല്ല, നാരായണ ഋഷി മാർഗം തടഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വന്ന മഹാ അസുരനായ അതിദൈത്യനായ ഹിരണ്യാക്ഷനെ ഹരി ഗദ കൊണ്ട് ആഞ്ഞടിച്ചു. അവൻ രക്തം ഛർദ്ദിച്ചുകൊണ്ട് അവിടെ ഇതാ വീണ് മരിച്ചു. ആദിപുരുഷനായിട്ടുള്ള ഭഗവാൻ ഭൂമിദേവിയെ ദംഷ്ട്രം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന് ജലത്തിൻ്റെ ഉപരിയിൽ കൊണ്ടുവന്ന് യഥാസ്ഥാനത്തിൽ സ്ഥാപിച്ചു. അങ്ങനെ ഭൂമിയെ അവിടെ സ്ഥാപിച്ച് ലോകനാഥനായിട്ടുള്ള ഭഗവാൻ സ്വസ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഭഗവാന്റെ ഈ വരാഹ അവതാര ലീലകളെ, ഈ ധരണിയെ ഉദ്ധരിച്ചതായിട്ടുള്ള ഈ ലീലകളെ, ഈ അത്ഭുതമായിട്ടുള്ള ഈ ലീലയെ, ഉത്തമമായിട്ടുള്ള ഈ കഥയെ ആരാണോ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നത് അവരെ സർവപാപ വിമുക്തി നേടി വിഷ്ണുപാദത്തിൽ എത്തിച്ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ആ വരാഹ അവതാര ലീലകളെ ഇവിടെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്.
ഭാഗവത മഹാപുരാണത്തിൽ പിന്നീട് വിതുരൻ അതിനെ ദീർഘമായിട്ട് അറിയണമെന്ന് പറഞ്ഞ സമയത്ത് 5-6 അധ്യായങ്ങളെ കൊണ്ടവിടെ മൈത്രേയ ഋഷി ആ ലീലകളെ വളരെ ദീർഘമായിട്ട് തന്നെ കാര്യസഹിതം അവിടെ ഭാഗവത മഹാപുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദേവി ഭാഗവതത്തിൽ അതിനെ വളരെ ചുരുക്കിക്കൊണ്ടൊരധ്യായത്തിൽ ആ ഭഗവാന്റെ അത്ഭുത വരാഹ അവതാരവും ആ വരാഹ അവതാരത്തിലൂടെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ആദ്യ ദൈത്യനെ വധിച്ച് അല്ലെങ്കിൽ അവന് ശാപമുക്തി കൊടുത്ത് ധരണിയെ ഉദ്ധരിച്ച് പൂർവസ്ഥാനത്ത് സ്ഥാപിച്ച് ദേവന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചതായിട്ടുള്ള ആ വരാഹാവതാര ലീല കഥകൾ ഇവിടെ ചുരുക്കി 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. ഇനി ആ സ്വയംഭൂമനുവിൻ്റെ കഥയെ തുടർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത